അതെന്താടാ ഞങ്ങളുടെ ജിക്ക് ഫേക്ക് അവാർഡ് കൊടുത്ത് പറ്റിക്കാന്ന് വിചാരിച്ചു നിങ്ങളൊക്കെ? സംഭവം നമ്മുടെ ജിക്കും ജിയുടെ കൂട്ടക്കാർക്ക് ഒത്തിരി അക്ഷരാഭ്യാസം ഇല്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അത് ധരിച്ചിട്ട് ഞങ്ങൾ ജിക്ക് വേണ്ടിയിട്ട് ഇവിടെ പല സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, MAയും BAയും B.Edും ഒക്കെ ആയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ അതിനേക്കാൾ വലിയ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജീനെ പറ്റിക്കാൻ നോക്കിയോ? നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഞങ്ങളുടെ ജി അങ്ങനെ പറ്റിക്കപ്പെടില്ല. കാരണം ഈ നാട്ടിലെ ജിയും ജിയുടെ ഈ എന്താ പറയുക ശങ്ക കൂട്ടങ്ങളും അല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. നമ്മളെപ്പോലത്തെ ആൾക്കാരെ നോക്കും. അങ്ങനെ ജിക്ക് ഈ ലോകം മൊത്തം അവാർഡുകൾ വാരി കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കേണ്ട ഇടയ്ക്ക് വന്നിട്ട് ഇമാതിരിയുടെ പരിപാടികൾ കാണിക്കുക. 1, 2, 3 ഒക്കെ ആണ് സഹിക്കുക. ഇതിപ്പോൾ പോകുന്നോടെന്നൊക്കെ കിട്ടുന്ന ഫേക്ക് അവാർഡായിട്ടാണ് കിട്ടുന്നത്. ജിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന അവാർഡുകൾ, AI ക്രിയേറ്റഡ് അവാർഡുകൾ, അവാർഡ് നോക്കും മൊത്തം അക്ഷരത്തെറ്റുകൾ. ഇത് ഞങ്ങൾക്ക് അങ്ങനെ സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കേട്ടോ. ഈ സകല സംഘ സൈബർ അണികളും നിങ്ങൾ ഓടി വരൂ, എന്നിട്ട് പറയാം അങ്ങനല്ല, ജിക്ക് വേണ്ടി ഉണ്ടാക്കി, ജിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്പെല്ലിങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയ അവാർഡുകളാണോ ഒക്കെ അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ പിന്നെ നിങ്ങളുടെ സംഘ ഗ്രൂപ്പുകളൊക്കെ അങ്ങനെ എടുത്തിങ്ങിട്ട് അർമാദിക്കും. പക്ഷേ ലോകത്ത് മറ്റുള്ള ആൾക്കാർ ഇത് കണ്ടിട്ട് പുച്ഛിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുക. ജീനെ പറ്റിക്കാൻ എത്ര എളുപ്പമാണോ എന്ന് ചോദിക്കുന്നത്. ജിയാണ് എല്ലായിടത്തും പോയി ഇങ്ങനെ തല വെച്ച് കൊടുക്കും അവാർഡ്, മെഡൽ കെട്ടാൻ പറ്റും. അപ്പം ഏറ്റവും അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഷീഷൽസിന് കിട്ടിയിട്ടുള്ള അവാർഡിനെ പറ്റിയാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. പിന്നെ അതിന് മുമ്പ് ഇസ്രായേലിന് കിട്ടിയതും ഫേക്ക് അവാർഡായിരുന്നു. അങ്ങനെ കുറേ അവാർഡുകൾ ജി ഇങ്ങനെ ഫേക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഗോദി മീഡിയാസും നമ്മുടെ നാട്ടിലെ സൈബർ ചങ്കി വാണ എടുത്തിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക കൊട്ടിഘോഷിക്കാറുണ്ട്. ഏതായാലും ഷീഷൽസിൽ നിന്ന് കൊടുത്തിട്ടുള്ള അവാർഡ്, അതായത് അവാർഡിൻ്റെ ഒരു അടിസ്ഥാനം ഉണ്ട്, ഭയങ്കര രസം കേട്ടോ. ആദ്യം നമ്മൾ അവാർഡിൻ്റെ തെറ്റുകൾ കണ്ടുപിടിക്കാന്നല്ല, ലോകത്ത് ഇപ്പോൾ എല്ലാവരും അത് എടുത്തിട്ട് ഊക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ജീനിയും കൂട്ടരും. അപ്പോൾ ഷീഷൽസ് നിന്ന് കിട്ടിയിട്ടുള്ള അവാർഡ് എന്തായിരുന്നു? അവാർഡിൻ്റെ പേര് ബ്ലൂ ഹൊറൈസൺ അവാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ദിവസം മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള അവാർഡാണ് നമ്മുടെ ജിക്ക് വേണ്ടിയിട്ട് സീഷൽസ് കൊടുത്തിട്ടുള്ളത്. ഇത് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പരിസ്ഥിതി സംരക്ഷിച്ച വ്യക്തി എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതിയിലൂടെയാണ് ഈ അവാർഡ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നെട്ടിപ്പോയി. പരിസ്ഥിതി ഇത്ര വലുതാക്കി, അല്ലെങ്കിൽ പരിസ്ഥിതി മലിനീകരണത്തിനും സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് ഇത്ര വേണ്ടി വാതോരാതെ പോരാടിയിട്ടുള്ള നമ്മുടെ ജിക്കാണോ ഈ അവാർഡ് കൊടുത്തത്? അങ്ങനെ നമ്മൾ ഇന്ത്യയുടെ നില എന്താണ്? ലോക എൻവയോൺമെൻറ്റൽ ഇൻഡെക്സ് ഉണ്ട്. എൻവയോൺമെൻറ്റ് ഇൻഡെക്സ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം നോക്കുമ്പോൾ 178. അമ്മേ, നമ്മളങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു രാജ്യമാണല്ലോ ഇക്കാര്യത്തിൽ. പണ്ട് 2014 നോക്കണമെങ്കിൽ എനിക്ക് 158 ഞാൻ അതാ നോക്കിയത്. ഈ പണ്ട് 100-200 കിടന്ന ഈ ഒരു എന്താ പറയുക ഇൻഡെക്സിന് നമ്മുടെ കഴിഞ്ഞ 12 കൊല്ലം കൊണ്ട് ഒരു 50 ഇങ്ങോട്ട് എത്തിച്ചില്ല. അങ്ങനെയല്ല, കഴിഞ്ഞ 155 കിടന്ന നമ്മൾ ഇപ്പം 178 അപ്പോൾ പിന്നെ ജിക്ക് കൊടുക്കേണ്ട അവാർഡ് തന്നെയാണ് അത് കേട്ടോ. അതിൽ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. പക്ഷേ ജിയുടെ ഈ യാത്രകൾ പെട്ടെന്നാണല്ലോ. ജി ഇങ്ങനെ ലോകം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊരു ഇന്ത്യ വിസിറ്റിന് ഇങ്ങോട്ട് വരാറുണ്ട്. അങ്ങനെ ജി കഴിഞ്ഞ വട്ടം എവിടെയൊക്കെ ഒന്ന് പോയിട്ട് തിരിച്ചൊരു ഇന്ത്യ വിസിറ്റിന് വന്ന് തിരിച്ച് പിന്നെ ഓടിയത് ഓട്ടം അങ്ങ് ഷീഷൽസിലോട്ടും മറ്റേ ബോസ്നിയ എങ്ങോട്ടൊക്കെ ആ കൂട്ടത്തിലാണ് ഷീഷൽസിന് ഈ ഒരു അവാർഡ് ജിക്ക് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് എടിപിടി ജി വന്നതുകൊണ്ടാണ് അവാർഡ് പെട്ടെന്ന് എന്താ പറയുക ഈ പ്രിന്റ് ചെയ്യാൻ സമയം കിട്ടില്ല. അപ്പോൾ അവരെ AI അങ്ങ് അവാർഡ് ക്രിയേറ്റ് ചെയ്തു. ഈ AI ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ പ്രശ്നം എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് സ്പെല്ലിംഗ് തെച്ചു. അതിപ്പോൾ ഇപ്പോൾ ഷീഷൽസിൻ്റെ എംബ്ലാണെങ്കിലും വേണ്ടില്ല, സകല സാധനത്തിലും AI കയറി ഇതങ്ങോട്ട് തെറ്റിച്ചോളും. അങ്ങനെ കിട്ടിയിട്ടുള്ള അവാർഡാണ് ഇന്നലെ ജിക്ക് കൊടുത്തിട്ടുള്ളത്. ഈ അവാർഡിന് ഏറ്റവും രസത ഇതാണ്. ആ അവാർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഇപ്പം നമ്മുടെ ഗോദി മീഡിയാസും ബാക്കി എല്ലാ മീഡിയകളും ഇങ്ങനെ എടുത്തിട്ട് പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കുറേ വിദഗ്ധർ ഇതങ്ങ് എടുത്ത് കണ്ടുപിടിച്ചാണ്. അതായത് തുടക്കത്തിൽ തന്നെ ഈ ഷീഷൽസിൻ്റെ ഒരു എംബ്ലം ഉണ്ട്. ആ എംബ്ലത്തിൽ OPVS ഈ കാണുന്നത് OPVS എന്നാണ് അതിൻ്റെ യഥാർത്ഥ ഇത്. പകരം ഈ AI ക്രിയേറ്റഡ് ആയതുകൊണ്ട് ഈ V കണ്ടപ്പം AIക്ക് കറക്റ്റായിട്ട് കത്തിയില്ല. Vക്ക് പകരം U ഇട്ട് കൊടുത്തു അവാർഡിൽ. OPUS എന്നാക്കി കൊടുത്ത്. ഇനി റിപ്പബ്ലിക്കാണെങ്കിലോ ഒരു B എക്സ്ട്രാ കയറ്റി കൊടുത്ത്. ഇനി ഷീഷൽസിലാണെങ്കിലോ ഒരു E എക്സ്ട്രാ അങ്ങോട്ട് കയറ്റി കൊടുത്ത്. ഇങ്ങനെ ഒരു U എക്സ്ട്രാ കയറി, ഒരു B എക്സ്ട്രാ കയറി, ഒരു E എക്സ്ട്രാ കയറി. ഇതൊന്നും പറയാണ്ട് നമ്മുടെ മോദിജി അതെല്ലാം വാങ്ങിച്ചിട്ട് നമ്മുടെ ഗോദി മീഡിയ അത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ 3 തെറ്റുകൾ, വലിയ തെറ്റുകളൊന്നും അല്ല. AI അവാർഡാകുമ്പോൾ അങ്ങനെയൊക്കെ മതി. പിന്നെ നമ്മളെ അക്ഷരാഭ്യാസം ഇല്ലാത്തതുകൊണ്ടും വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടും ഈ പറഞ്ഞ ശങ്കിക്കൂട്ടങ്ങൾക്കോ അതല്ലെങ്കിൽ ജിക്കോ അതൊരു പ്രശ്നമേ അല്ല. അവർ പറയുന്നത് ജിക്ക് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത പ്രത്യേക ഐറ്റമാണെന്നാണ്. പ്രത്യേകിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടും കൂടെ ആകുമ്പോഴേ ഇന്ത്യ ഇങ്ങനെ കുത്തിക്കയറി 178 സ്ഥാനത്തെ 190 രാജ്യങ്ങൾ നമ്മൾ കണക്കെടുക്കുമ്പോൾ 178 രാജ്യത്തും കൂടെ ആയതുകൊണ്ട് കിട്ടേണ്ടത് തന്നെയാണ് മോദിജിക്ക് കൊടുത്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. ആരും കളിയാക്കരുത് കേട്ടോ. ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിന് മെഴുകാൻ വരും നമ്മുടെ സൈബർ കൂട്ടങ്ങളെല്ലാവരും കൂടെ, വാണങ്ങളെല്ലാവരും കൂടെ ഇപ്പോൾ വന്ന് വീണു. അത് നോക്കണ്ട, കാര്യമാക്കണ്ട, അതിലൊന്നും നമ്മൾ നോക്കണ്ട. ഇനി ഇങ്ങനെ ആദ്യമായിട്ടാണോ ജിക്ക് അവാർഡ് കിട്ടി പറ്റിക്കപ്പെടുന്നത്? അല്ല. ലാസ്റ്റ് ജി എങ്ങോട്ടാ ഇസ്രായേലിലോട്ട് പോയിരുന്നല്ലോ. അന്നു തന്നെയായിരുന്നു പരിപാടി. ജി വരുന്നതിൻ്റെ തലേന്ന് ഒരു പുതിയ അവാർഡ് അങ്ങോട്ട് ഉണ്ടാക്കി. ഇത് അവിടുത്തെ ഹൈ എൻഡ് അവാർഡുകളോ ഹോണേഴ്സോ ഒന്നും കൊടുക്കാൻ അവർക്കൊരു താല്പര്യമില്ല. അതിന് പകരം അവരെന്ത് ചെയ്തു? സാറല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ജി വരില്ലേ, ഒരു അവാർഡ് അങ്ങ് ഉണ്ടാക്ക്, ഒരു നെസറ്റ് അവാർഡ് തന്നെ അങ്ങ് ഉണ്ടാക്കി. അങ്ങനെ കൊടുത്ത അവാർഡിൻ്റെ ചിത്രങ്ങളാണ് നമ്മളിന്ന് കണ്ടത്. അന്ന് ഈ അവാർഡ് വളരെയധികം എന്താ പറയുക ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇതെങ്ങനെ ഈ ഇമാതിരി അവാർഡുകൾ ഇതുവരെ ലോകത്താർക്കും കിട്ടിയിട്ടില്ല, ഇനി ലോകത്താർക്കും കിട്ടാനും പോകുന്നില്ല. ജിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു നെസറ്റ് അവാർഡാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അവാർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവാർഡ് ഉണ്ടാക്കിയത് ജി വരുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു.
അതായത് ഇസ്രായേലിൻ്റെ ഈ നെസറ്റ് അവാർഡ് ഉണ്ടാക്കിയത് ജി വരുന്നതിൻ്റെ തലേ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള അവാർഡാണ്. അങ്ങനെ അത് പിറ്റേ ദിവസം ജിക്ക് കെട്ടിക്കൊടുക്കുന്നു. അതെടുത്തിട്ട് നമ്മുടെ സംഘ മീഡിയാസ് ആഘോഷിക്കുന്നു. ഇനി അവാർഡ് ആർക്കും കിട്ടാനും പോകുന്നില്ല. ഇനി അതിൽ വല്ല വിരോധാഭാസം ഉണ്ട് അല്ലെങ്കിൽ അതെന്താ അങ്ങനെ എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴത്തിട്ടോ. ഇനി ഈ 2 അവാർഡുകളാണെങ്കിൽ പോട്ടെ, ഇതിൻ്റെ മുമ്പ് 2019 മോദിജിക്ക് ഒരു അവാർഡ് കിട്ടിയിരുന്നു. ആ അവാർഡ് നിങ്ങൾക്കറിയോ, ഫിലിപ്പ് കോട്ട്ലറിൻ്റെ അവാർഡായിരുന്നു. അതായത് ഫിലിപ്പ് കോട്ട്ലർ പ്രസിഡൻഷ്യൽ അവാർഡ്. ഈ ഒരു അവാർഡ് ഒരു ഭയങ്കര വിവാദമായിട്ടുള്ള അവാർഡായിരുന്നു. കാരണം 2019 ഈ അവാർഡ് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഏറ്റവും നന്നായിട്ട് രാജ്യം ഭരിച്ച് രാജ്യത്ത് ബിസിനസ്സുകൾ കൊണ്ടുവന്ന് രാജ്യം ഭയങ്കരമായിട്ടുള്ള ഉന്നതിയിലോട്ട് കൊണ്ടുവരുന്ന ഒരാൾക്ക് കൊടുക്കുന്ന അവാർഡായിട്ട് ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു അവാർഡ്. അത് ആദ്യമായിട്ട് കിട്ടുന്നത് 2019 മോദിജിക്ക്. 2019 ശേഷം ഇയർലി ഈ അവാർഡ് ആർക്കും പിന്നെ കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ ഈ അവാർഡ് എവിടെ വന്നു? ഈ അവാർഡിൻ്റെ ജൂറീസ് ആരൊക്കെ നോക്കുമ്പം അതെല്ലാം അവ്യക്തതയാണ്. കറക്റ്റ് ഒരു ജൂറി പാനലോ കാര്യങ്ങളോ ഒന്നും ഈ അവാർഡിൽ പ്രത്യേകിച്ചില്ല. ഒരു സംഘടന കൊടുത്തിട്ടുള്ള അവാർഡായിട്ട് മാത്രം ഇത് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ നമ്മൾ 2019 കഴിഞ്ഞാൽ 2020, 2021, 2022 ഇനി പോട്ടെ കൊറോണയാണ്, അന്നൊന്നും അവാർഡ് കൊടുത്തില്ല. അത് കഴിഞ്ഞിട്ട് 2026 ഇതുവരെ ആ അവാർഡ് പിന്നെ ആരും കണ്ടിട്ട് പോലുമില്ല. ആ അവാർഡ് അതോടുകൂടി അവിടെ തീർന്നിരിക്കുകയാണ് മക്കളെ, തീർന്നിരിക്കുകയാണ്. ഇങ്ങനെ പലവട്ടം അവാർഡ് വാങ്ങി പറ്റിക്കപ്പെട്ടോ നമ്മുടെ ജി എന്ന് നമ്മൾ ഇതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ പല അവാർഡുകളും ഇതുപോലത്തെ പല സംഭവങ്ങളും പുറത്തോട്ട് വരും. നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുന്നില്ല. ഏതാണെങ്കിലും ഇത് നല്ല രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആളുകൾ എടുത്തിട്ട് മോദി നമ്മുടെ ജീനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ജിക്ക് ഇതൊരു പ്രശ്നമല്ല. ജി നാട്ടിൽ എന്ത് വലിയ പ്രശ്നങ്ങളുണ്ടല്ലോ ജി തിരിഞ്ഞു നോക്കാറില്ല. പിന്നെയാണ് അപ്പോൾ ഇങ്ങനത്തെ വലിയ പ്രശ്നങ്ങൾ നാട്ടിലേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്ന പുറത്ത് ഇത് ജി അത് കാണുന്നുണ്ടോ? ഈ നീറ്റ് എക്സാം ആയിട്ടും മറ്റേതായിട്ടും മറിച്ചതായിട്ടും ആകെ മൊത്തം നാട്ടിൽ പ്രശ്നങ്ങളാണ്. പിന്നെ ജി ഇടക്കിടക്ക് വന്ന് നമ്മുടെ ഇന്ത്യ വിസിറ്റ് ചെയ്ത് പോകുന്ന ആളായതുകൊണ്ട് വലിയ പ്രശ്നമല്ല. ജിക്ക് ഇത് പ്രശ്നമേ അല്ല. ജി ലോകം ചുറ്റിക്കൊണ്ടിരിക്കലാണല്ലോ. ഇന്ത്യയിൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വന്ന് ഇന്ത്യ വിസിറ്റിന് വരുമ്പോഴല്ലേ ഇതൊക്കെ ശ്രദ്ധിക്കാൻ ടൈം കിട്ടില്ല. വളരെ കുറഞ്ഞ സമയം ജിക്ക് ഇന്ത്യയിൽ നിൽക്കാൻ പറ്റാറുള്ളൂ. അതുകൊണ്ട് ജി ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. ഇനി അതിൻ്റെ ഇടയ്ക്ക് കോൺഗ്രസും മറ്റ് ചില എന്താ പറയുക എതിർ പാർട്ടികളും വന്നിട്ട് വലിയ മറ്റ് വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മൾ ജി ഇങ്ങോട്ട് സീഷെൽസിലോട്ട് പോയപ്പോൾ അവിടെ 1600 കോടി രൂപ, ഏകദേശം 175 ദശലക്ഷം രൂപ കൊടുത്തിട്ട് എന്തിനാണ് ജി അത് കൊടുത്തത്? ഈ ഒരു അവാർഡിന് വേണ്ടിയിട്ടാണോ? അങ്ങനെയൊന്നും നിങ്ങൾ പറയാൻ പാടില്ല കേട്ടോ. ജി ചിലപ്പോൾ പൈസ കൊടുക്കും, പൈസ വാങ്ങുകയൊക്കെ ചെയ്യും. അതിനങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതൊക്കെ വലിയ നയതന്ത്ര പോളിസീസാണ്. നമ്മുടെ എന്താ പറയുക സമുദ്രം കാക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ചൈനയെ നമ്മൾ ഇടിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന ചെറിയ ചെറിയ ദ്വീപുകളൊക്കെ നമ്മളിങ്ങനെ പൈസ കൊടുത്ത് സെറ്റപ്പ് ചെയ്ത് വെക്കുന്നതാണ്. നിങ്ങളെന്താണെന്നും പറയാത്തത്? നമ്മൾ ഈ നിക്കോബാർ ഐലൻഡ്സിൽ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അവിടെ വെട്ടിങ്ങ് നിരത്തി നമ്മൾ അദാനിൻ്റെ അണ്ടറിലോട്ട് നമ്മളതങ്ങ് വിറ്റ് കൊടുത്തിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ചങ്കിക്കുട്ടികളെ കണ്ടോളൂ, ഒന്നും പേടിക്കണം കേട്ടോ. നമ്മൾ അദാനിക്ക് കൊടുത്തൊന്നുമല്ല. അവിടെ നമ്മളൊരു എന്താ പറയുക നമ്മുടെ ഈ മുദ്ര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അതിർത്തി കാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇടയിൽ ഇങ്ങനെ ഇട്ടിട്ടുള്ള ചില മറ്റേ ബേസുകളൊക്കെ നിങ്ങൾ കൂട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത്. ബാക്കി അവിടെ പോകുന്നതോ അവിടുത്തെ ഒരു കൾച്ചർ ഇല്ലാണ്ടാവുന്നതോ അവിടുത്തെ ആദിവാസികൾ ഒന്നും അല്ലാണ്ടായിട്ട് തീരുന്നതോ നമ്മുടെ കാലാവസ്ഥ ഇന്ത്യയുടെ മൊത്തം കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന അത്രയും വലിയൊരു വനം നശീകരണം ഒന്നൊരു പ്രശ്നമല്ല നമുക്ക്. എന്താ അദാനിക്ക് വിൽക്കണ്ടേ? അദാനിക്ക് വിൽക്കണമെങ്കിൽ രാജ്യസുരക്ഷ വേണ്ടേ? രാജ്യസുരക്ഷനെ പറ്റി പറഞ്ഞാലല്ലേ ചങ്കികൾക്ക് രക്തം തിളക്കുകയുള്ളൂ. നമ്മളത് ചോദ്യം ചെയ്താലല്ലേ ഓൻ രാജ്യദ്രോഹിയാണ്, ഓൻ കണ്ടില്ല ചൈന ഇവിടെ വന്ന് അടിക്കാൻ വേണ്ടി നിൽക്കുമ്പം രാജ്യദ്രോഹികളായിട്ട് അവന്മാർ അങ്ങനെയൊക്കെ പറയും. അതൊക്കെ നമ്മളെ ചങ്കിക്കുട്ടികൾ പറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല, ഓരോ സൈഡിൽ നിന്ന് പറഞ്ഞോട്ടെ. പക്ഷേ നാട്ടിലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അത് മനസ്സിലാവുന്നവർ മതി. നമ്മളെ വീഡിയോൻ്റെ താഴത്ത് വന്നിട്ടും ചങ്കികൾ ഒന്ന് ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ പോകാത്ത എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടി റോട്ട് കിടന്ന് കുരയ്ക്കൂലേ, ഈ ചെത്തലപ്പട്ടിക്കൊക്കെ പിന്നാലെ നമ്മൾ മറുപടി തിരിച്ച് കുരയ്ക്കും. ഇല്ല, ഒന്നുകിൽ കല്ലെടുത്തെറിയുക, അല്ലെങ്കിൽ മിണ്ടാണ്ട് നമ്മൾ നമ്മളെ വയ്ക്ക് പോവുക. പട്ടി അവിടെ കിടന്ന് കുരയ്ക്കും, അടുത്ത ആരെങ്കിലും പട്ടി വീണ്ടും കുരയ്ക്കും. അങ്ങനെ പട്ടി അവിടെ കിടന്ന് പട്ടിണി കിടന്നിട്ട് അങ്ങ് ചത്ത് മലിക്കും. ആരെങ്കിലുമൊക്കെ പിന്നെ എടുത്തിട്ട് കുഴിച്ചിട്ടാലായി. ഇപ്പോൾ ആരെങ്കിലും നല്ല ആൾക്കാരെ ആരെങ്കിലും എടുത്തിട്ട് ഇതെടുത്തിട്ട് എന്താ പറയുക കുഴിച്ചിടാൻ പോകുമ്പം അതിന് ചിലപ്പം ഇപ്പം വന്നിട്ട് ഈ പറഞ്ഞ നമ്മുടെ കൂട്ടത്തിലെ സൈബർ സംഘി പട്ടികൾ വന്ന് കുരയ്ക്കുമായിരിക്കും. അത് നമ്മൾ കാര്യമാക്കണ്ട, നിങ്ങൾ അങ്ങ് വിട്ടേക്കുക. അതൊന്നും നമ്മളെ ചിന്തയിലേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ട. അങ്ങനെ നമ്മൾ 1600 കോടി കൊടുത്തതിൻ്റെ കഥയും കൂടെ പറയാം. 175 ദശലക്ഷം മില്യൺസ് കൊടുക്കുമ്പം അതിൽ 125 മില്യൺ നമ്മൾ ക്രെഡിറ്റ് ആയിട്ടാണ് കൊടുത്തത്. അതിൽ 50 മില്യൺ നമ്മൾ അവർക്ക് ഗ്രാൻഡ് ആയിട്ടാണ് കൊടുത്തത്. ഈ 125 മില്യൺ നമ്മൾ ക്രെഡിറ്റ് കൊടുത്ത് ചെറിയൊരു പലിശ വെച്ചിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. നമ്മുടെ അടുത്ത് നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണം, നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കണം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ചിലവ് ആക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പക്ഷേ 50 ദശലക്ഷം നമ്മൾ കൊടുത്തിട്ടുള്ളത് ഗ്രാൻഡ് ആയിട്ടാണ്, നിങ്ങൾ ഫ്രീ ആയിട്ട് എടുത്തോ എന്നുള്ള രീതിയിലാണ്. അത് മാത്രമല്ല നമ്മൾ അവിടുത്തെ എന്താ പറയുക ഫാസ്റ്റ് പെട്രോളിംഗ് വെസൽസ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇത് കാക്കാനാട്ടോ നമ്മൾ പറയുന്നത്. വേറെ നിങ്ങളിതിൽ വേറെ ഒന്നും കുത്തിക്കുഴക്കരുത് കേട്ടോ. ഞാൻ രാജ്യസ്നേഹി ആയിക്കൊണ്ട് സംസാരിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ. പിന്നെ 5 ലേസർ എന്താ പറയുക ക്ലാസ് ബോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ 500 മെട്രിക് ടൺ അരി നമ്മൾ കൊടുത്തിട്ടുണ്ട്. 8500 മെട്രിക് ടൺ സിമെൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ 6 മെഡിക്കൽ ആംബുലൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇന്ത്യയിലെ എത്ര സ്ഥലങ്ങൾ ഇതൊക്കെ വേണമെന്നില്ല. അതൊന്നും വേണ്ട, ഇന്ത്യക്കാർക്കൊന്നും വേണ്ടല്ലോ. ഇന്ത്യക്കാർക്ക് നമുക്ക് ജയശ്രീരാം വിളിച്ച് രാജ്യസ്നേഹം പറഞ്ഞ് നടന്നാൽ മതി. ഈ രാജ്യസ്നേഹം പറയുന്നവന്മാരൊക്കെ ഈ പറഞ്ഞ കക്കൂസും ഇല്ല, ആംബുലൻസും ഇല്ല, ഒരു ഹോസ്പിറ്റലും ഇല്ല, ഒരു തേങ്ങി മാങ്ങിയില്ലാണ്ട് ഇങ്ങനെ പട്ടിണി കിടന്ന് ജീവിക്കുന്നവരാ. അത് നമുക്ക് ചിന്തയിലോട്ട് പോലും വരുന്നില്ല, നമ്മളെ ചിന്തിക്കാറുമില്ല. കേരളത്തിലിരിക്കും നമുക്കത് മനസ്സിലാവില്ല. നമ്മൾ ഉത്തരേന്ത്യയിലോട്ട് പോകുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഉത്തരേന്ത്യയിൽ ഓരോ സ്ഥലത്തു നിന്ന് ഒന്ന് മാറി ഗ്രാമങ്ങളിലോട്ട് അങ്ങ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണ് നെട്ടും.
ഈ ഗ്രാമം എന്നല്ല, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തലസ്ഥാനങ്ങളായിട്ട് നിങ്ങളിങ്ങനെ നടന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വശത്ത് വലിയ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് ചെറ്റക്കുടികളുടെ എണ്ണയും കൂടുതൽ. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ ഈ അതിദാരിദ്ര്യം മറ്റത് മറിച്ചതൊക്കെ പറഞ്ഞ് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ദാരിദ്ര്യത്തിനൊരു കണക്കുണ്ട്. അതിന് താഴോട്ട് വളരെ മിനിമൽ പെർസെൻറ്റേജ് 0% മാത്രമേ നമ്മൾ ഓടുന്നുള്ളൂ. പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ശംഖിക്കൂട്ടങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒരു മെച്ച ഇത്ര കാലമായിട്ട് ഉണ്ടായിട്ടില്ല. അതങ്ങനെയാണ് എൻ്റെ കണക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, ഇത്രയും പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്കിവിടെ എന്താണ് നമ്മുടെ ഇവിടുത്തെ യഥാർത്ഥ ഈ പാവപ്പെട്ട ആൾക്കാരുടെ അവസ്ഥ എന്ന് വെച്ചാൽ അത് നമ്മുടെ ജിയുടെ ഒരു കൺസേണേ അല്ല. കാരണം ജി എപ്പോഴെങ്കിലും ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വരുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ജി അത് ശ്രദ്ധിക്കാറില്ല, ജിയുടെ കൂട്ടർ ശ്രദ്ധിക്കാറില്ല. ഇനി ഓടി വരണം, ചങ്കിക്കുട്ടങ്ങളൊക്കെ ഓടി വന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോ എടുത്തിട്ട് അഭിപ്രായങ്ങൾ പറയണം. കാരണം നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ചെയ്യുമ്പോഴേ തീറ്റയ്ക്ക് റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ. നമ്മുടെ വീഡിയോ എടുത്ത് ക്ലിപ്പിട്ട് ചെയ്ത് അതങ്ങനെ ഇങ്ങനല്ലേ എന്ന് പറയുമ്പോൾ സംഖ്യകളെല്ലാവരും കൂടെ ഓടി വന്ന് നല്ല റീച്ചും കാര്യങ്ങളും കിട്ടും. അല്ലാണ്ട് സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും രാഷ്ട്രീയം പറയാൻ ഈ ചങ്കിക്കില്ലാത്തതുകൊണ്ട് ചങ്കിക്ക് രാഷ്ട്രീയം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെന്നും പറഞ്ഞിട്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഇവിടെ കൊണ്ട് വിളമ്പുമ്പം അവന്മാർക്ക് കുറച്ച് വീഡിയോസിന് വ്യൂസും കാര്യങ്ങളും കിട്ടും. ജീവിച്ച് പോട്ടെ, കുറേ കാലങ്ങളായില്ലേ പട്ടിണിയിൽ ജീവിക്കുന്നു ചങ്കികൾ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടിയിട്ട് ജീവിച്ച് പോകണമെങ്കിൽ ജീവിച്ച് അങ്ങോട്ട് പോയിക്കോട്ടെ. അതുകൊണ്ട് നമ്മളാരും അതിൻ്റെ പിന്നാലെ പോകുന്നില്ല. അപ്പോൾ ഇതാണ് ഈ മോദിനെ പറ്റിച്ചോ എന്ന് ചോദിച്ചതിലുള്ള മറുപടി. ഇത്രയും കാര്യങ്ങളാണ് മോദിക്ക് കിട്ടിയ അവാർഡുകളിൽ, മോദി പറ്റിക്കപ്പെട്ട അവാർഡുകളുടെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടോ, നിങ്ങളുടെ ലൈക്കുകളോ, നിങ്ങളുടെ കമൻറ്റുകളോ ഒക്കെ തരിക. മാക്സിമം നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്നതോറും നമ്മുടെ ചങ്കിക്ക് ഉറക്കം ഇല്ലാണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അത് ഓരോ ദിവസവും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ജയ് ചങ്ക ചച്ചി.